രണ്ടുപേരും ഞങ്ങൾ ഏകദേശം ഇന്നലല്ല അതിന് മുമ്പത്ത് 7 മണിക്ക് വൈകിട്ട് ഒരു 7 മണിക്ക് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വിവരം കിട്ടിയിരുന്നു. കൂട്ടായി നിന്നുള്ള ആരോ ഒരാൾ ഈ തീപിടുത്തത്തിൽ മായി ബന്ധപ്പെട്ട പ്രയാസത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പലരും ഗൾഫിൽ നിന്നുള്ള നമ്മളെ ആളുകളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമില്ല, ഉണ്ടായിരുന്ന ഈ വ്യക്തി ഹോസ്പിറ്റലിലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു സമാധാനത്തിലായിരുന്നു. പിന്നീട് ഞങ്ങൾ അറിയുന്നത് പുലർച്ചെ ആണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. നാട്ടിനെ ആകെ വളരെയധികം വിഷമത്തിലാണ്. ഏകദേശം ഒരു 1.5 മാസം മുമ്പ് ഞങ്ങളടുത്ത് പോയതാണ്. അപ്പോൾ വളരെ ചെറിയ കുട്ടികളാണ്, വളരെ പ്രയാസപ്പെട്ട കുടുംബം. അദ്ദേഹത്തിന് പോകുമ്പോൾ തന്നെ വലിയ ഒരു താല്പര്യമില്ല എന്നൊക്കെയാണ് സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടുത്തെ പ്രയാസം കാരണം കുടുംബത്തിലെ സാഹചര്യമൊക്കെ കുടുംബം വളരെ പ്രയാസത്തിലാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട ഈ രൂപത്തിൽ വരെ ഈ വീട് എത്തിച്ചിട്ട് പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രയാസമുള്ള കുട്ടികളാണ്. നമ്മൾ സർക്കാർ തലത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾക്കുള്ള സഹായങ്ങളും കാര്യങ്ങളും ഒരു ജീവിതം ഇനി എങ്ങനെയെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ ഏറെ വിഷമത്തിലാക്കുന്നത്. അതേറെ കടബാധ്യതകളുണ്ടായിരുന്നു. പ്രതിസന്ധികളെല്ലാം മറികടക്കാനാണ് പ്രതീക്ഷകളുടെ ഭാരവുമായി നൂഹ് കുവൈത്തിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ വീട് നിർമ്മാണം ബാക്കിയാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം ബാക്കിയാക്കിയാണ് എന്തായാലും നൂഹിൻ്റെ മടക്കം എന്നുള്ളത് ഏറെ വേദനാജനകമായ കാഴ്ചയാണ്. എന്തായാലും വൈകിട്ടോടുകൂടി സംസ്കാരം നടത്താം എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ.